Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുക്കിയ ശുശ്രൂഷയാണ് നമ്മൾ പങ്കെടുക്കുന്ന ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ശുശ്രൂഷ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ദൈവജനം അനേക സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളാരു തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, കർത്താവ് എന്നിലും നിന്നിലും അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണുകളടച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളിൽ ദൈവം ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ശാരീരിക രോഗപീഠകൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനായിരിക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഏത് മേഖലയിലുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവരും സ്തുതിച്ചേ. ആരാധന. ആമേൻ. യെസ്. സന്തോഷത്തോടെ കൈയടിച്ച് പാടിക്കേ. ചേർന്ന് നന്നായിട്ട് കൈയടിച്ച പോരാ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു. ആമേൻ. മനുഷ്യർക്കു മേലാവസിച്ചു. ആമേൻ. നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പഠിക്കേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശയ്യ, ജെറമിയ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. കൈകൾ ഉയർത്തി. യേശയ്യ, ജെറമിയ, എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് ദൈവജനത്തിന്റെ മേല് അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കിക്കേ. കൈകളൊക്കെ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്കൊക്കെ നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരുന്നേ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം നോട്ട് ബുക്കൊക്കെ എടുത്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആത്മീയ മേഖലകളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി നൽകുന്ന സമയമാണ്. നമുക്കിപ്പോൾ വായിച്ച് ധ്യാനിക്കാനായി വിശുദ്ധ പൗലോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊരിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 5 വേഴ്സ് 8. ഈ വചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും
കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേട്ടല്ലോ, എന്താണ്? ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യത്തെയാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും ഇതാ യേശുവിനോട് ചേർന്നിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കുണ്ടായിരിക്കേണ്ട അനന്തമായ ഒരു കാരുണ്യത്തെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ചിന്തയിൽ എന്താണ്? സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ആയുസ് ഒടുങ്ങുമ്പോൾ മണ്ണോട് മണ്ണായിട്ട് തീരുന്നു, അതോടുകൂടി അവസാനിക്കുന്നു എന്നാണ്. എന്നാൽ പൗലോസ്ലീഹ ഉദാത്തമായിട്ടുള്ള വലിയൊരു ദർശനം നമ്മുടെ മുമ്പിൽ നൽകുകയാണ്. നിന്റെ ജീവിതത്തെ നീ കണക്കിലെടുക്കേണ്ടത് ഈ ഭൂമിയിലെ ശരീരത്തിൻ്റെ ഒരു ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് ഇതിന് ശേഷവും നിത്യം നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുന്നത്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും കർത്താവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ദർശനമാണ്. ഈ ദർശനമുണ്ടെങ്കിൽ നമുക്കൊക്കെ വിശുദ്ധരാകാൻ സാധിക്കും. വിശുദ്ധർ, അതെ, പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിലൊക്കെ നമ്മളെ വിളിക്കുന്നത് വിശുദ്ധരെന്നല്ലേ, അല്ലേ? ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേര് വിശുദ്ധരെന്നാണ്. വിശുദ്ധർ, സെയിൻസ്. നമുക്കൊക്കെ വിശുദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോനിസാമയും ചാവറ പിതാവും എവുപ്രാസ്യാമയും, അല്ലേ, മറിയം ത്രേസ്യ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ വിശുദ്ധർ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ പോകാറില്ലേ? അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും പഠിക്കാനും നമുക്ക് വലിയ ആഗ്രഹമാണ്. നല്ലത്. എന്നാൽ പൗലോസ്ലീഹ അല്പം കൂടെ കടന്നൊരു കാര്യം പറയുകയാണ്. നീ ഒരു ക്രിസ്ത്യാനിയാണോ എങ്കിൽ നീ വിശുദ്ധനാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യം നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം. വിശുദ്ധർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃകയും അതുതന്നെയാണ്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് നിത്യം നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം. അതാണ് ജീവിതത്തിൻ്റെ നന്മ. നമ്മുടെ മുമ്പിൽ ഒരു ഗുരുവും ശിഷ്യനും. ഈ ഗുരുവും ശിഷ്യനെയും നമുക്ക് പരിചയമുണ്ട്. ഗുരു ഡോൺ ബോസ്കോയാണ്, ശിഷ്യൻ ഡൊമിനിക് സാവിയാണ്. ഇവർ ഗുരുവും ശിഷ്യനുമാണ്. അപ്പോൾ ഈ ഗുരുവായ ഡോൺ ബോസ്കോ ശിഷ്യനായ ഡൊമിനിക് സാവിയോട് ചോദിക്കുന്നു. ഡൊമിനിക് സാവിയോ കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. വിളിച്ചിട്ട് ചോദിക്കും, ഡൊമിനിക് സാവിയോ, ഇപ്പോൾ നീ മരിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നീ മരിക്കാൻ പോവുകയാണ്, നീ എന്ത് ചെയ്യും? ഡൊമിനിക് സാവിയോ ചിരിച്ചോണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ എപ്പോഴും ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് മാറിയിരുന്ന് പ്രത്യേകിച്ച് ഇനി ഒരുങ്ങാനൊന്നുമില്ല. ഞാൻ എന്നും ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ മരിക്കുമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവദൂതൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? എന്താ പറയണേ? നമ്മളൊക്കെ മങ്ങിയൊരന്ത് വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്ന് ദൂതറിയിച്ച ആ മനോഹരമായ പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടിൻ്റെ വരികളിൽ നിന്റെ മുമ്പിൽ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ദൂതൻ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തു പറയുന്നു? എനിക്കൊരല്പം കൂടെ സമയം തരണം, എനിക്ക് ഒരുങ്ങാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു നല്ല കുമ്പസാരം നടത്തണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങളോട് എനിക്ക് പുറത്ത് ആ മേഖലകൾ ഒരു വിശുദ്ധീകരണം വേണം, എനിക്ക് ക്ഷമിക്കാനുണ്ട്, ക്ഷമ കൊടുക്കാനുണ്ട്, ഒരുങ്ങാൻ സമയം വേണം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മിഴിനീർ തൂകിയുണർത്തിച്ചു. കർത്താവേ, ഇതെൻ്റെ ജീവിതം തീർന്നോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് പൗലോസ്ലീഹ നിന്നെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധരായിട്ടുള്ള ഓരോ വ്യക്തികളും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നിന്നോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ മരണത്തിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം. അല്ലാതെ ഈ നല്ല മരണമെന്ന് പറയുന്നത്
നല്ല സുഖകരമായിട്ട് AC കിടന്ന് ICUവിൽ കിടന്ന് മരിക്കുന്നതല്ല. പലപ്പോഴും പലരും ഒക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, നല്ല മരണം. അതല്ല നല്ല മരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചൊരുങ്ങി ആയിരിക്കുന്ന ഒരവസ്ഥ. ചരിത്രത്തിൽ അനേക വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിയാം. ആപ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ആപ്പിൾ കമ്പനി അല്ലേ, പലരും ആപ്പിൾ മൊബൈൽ ഫോൺ, ആപ്പിൾ ലാപ്ടോപ്പ്, ആപ്പിളിൻ്റെ പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതിൻ്റെ ഉടമസ്ഥനായിരുന്ന സ്റ്റീവ് ജോബ്സ്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു മരണക്കുറിപ്പ് വളരെ വൈറലാണ്. അദ്ദേഹം വളരെ ദുഃഖാർത്ഥനായിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല. ഞാനൊരു വ്യവസായ സ്ഥാപനത്തെ കെട്ടിപ്പൊക്കി, പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സമയം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, അവർക്ക് ഞാൻ സമയം കൊടുത്തില്ല. എൻ്റെ തെറ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. ഇതൊരു വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ അനേകർ തങ്ങളുടെ മരണസമയത്ത് അവർ കുറിച്ചു വച്ച ചില വചനങ്ങളാണ്. രവീന്ദ്രനാഥ ടാഗോർ, നമുക്കറിയാം, നോബൽ സമ്മാനം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ശിഷ്യന്മാർ ചുറ്റുവട്ടം നിൽക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ എന്ന മഹാമനുഷ്യൻ കട്ടിലേ കടന്ന് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് വല്ലാണ്ട് കരയുന്നു. കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഇറ്റിറ്റ് വീഴുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, സാറെന്തിനാ കരയുന്നേ? നോബൽ സമ്മാനം നേടിയ വ്യക്തിയല്ലേ, അല്ലേ? ഇത്രയും വലിയ സമ്മാനങ്ങളും ഇത്രയും ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഇത്രയും വലിയ മനുഷ്യൻ എന്തിനാ കരയണേ? അഭിമാനത്തോടെ മരിക്കണം സാറേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എഴുതാൻ ആഗ്രഹിച്ച വരികൾ ഇനിയും ഞാൻ എഴുതി തീർന്നിട്ടില്ല. ഞാൻ എഴുതാൻ ആഗ്രഹിച്ച വരികൾ ഇനിയും എഴുതി തീർന്നിട്ടില്ല. സങ്കടം, ഉള്ളിൻ്റെ ഉള്ളിൽ മരണത്തെ ദുഃഖത്തോടാണ് അദ്ദേഹം കണ്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ, ഈ സമയം MC² എന്നൊക്കെ പഠിപ്പിക്കുന്ന അണുവായുധത്തിൻ്റെയൊക്കെ അല്ലേ ആ വലിയ ഒരു തിയറി കണ്ടുപിടിച്ച വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം കിടന്നുകൊണ്ട് കരയുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, സാറേ, അങ്ങയെപ്പോലുള്ള വലിയൊരു മനുഷ്യൻ കരയാവോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആരാവാനാണ് അങ്ങേക്ക് ആഗ്രഹം? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേ ശാസ്ത്രജ്ഞൻ, പേരും പ്രശസ്തിയുമുള്ള അംഗീകാരമുള്ള സമ്പത്തുള്ളൊരു ശാസ്ത്രജ്ഞനായിട്ട് തന്നെ ജീവിച്ചു മരിക്കണ്ടേ? അതല്ലേ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞത്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു തൂപ്പുകാരനായിട്ട് ജനിച്ചാൽ മതിയെന്ന്. കാരണം അദ്ദേഹമൊക്കെ സൃഷ്ടിച്ച ആ ബോംബ് സ്ഫോടനത്തിൻ്റെ തിക്തഫലങ്ങളാണ് പിന്നീട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അനേകരുടെ ജീവനൊടുക്കിയത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരം വഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുക, എൻ്റെ കണ്ടുപിടുത്തങ്ങൾ പലതും അനുഗ്രഹമല്ല, ദുരിതങ്ങളാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരിയേറെ ചരിത്രങ്ങളിൽ ഒരു ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അമ്മയോട് വലിയ സ്നേഹമായിരുന്നു. ഈ ഭാരതഭൂമിയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി ഈ ഭാരതത്തിലോട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ രംഗപ്രവേശനമുണ്ട്. നീണ്ട മാസങ്ങളായി വീട്ടിൽ നിന്ന് പോന്നിട്ട് അമ്മയുടെ മരണത്തിന് തൊട്ട് മുമ്പ് അമ്മ ദൂതന്മാരെ വിട്ടറിയിച്ചു, അലക്സാണ്ടർ മോനെ, എനിക്ക് നിന്നൊന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ടടാ. അലക്സാണ്ടർ പറഞ്ഞു, വിഷമിക്കേണ്ട, ലോകത്തിലെ ഏറ്റവും നല്ല ഭിക്ഷഗ്രന്മാർ, ഡോക്ടർമാരെ ഞാൻ അങ്ങോട്ട് അയക്കാം. ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മ കാത്തിരിക്കണം, ഞാൻ തിരിച്ചെത്തും. രാജ്യങ്ങൾ ഇങ്ങനെ പടവെട്ടി പിടിച്ചടക്കി കൊണ്ടുപോകുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഇദ്ദേഹം തിരിച്ചെത്തുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർമാരോട് ചോദിച്ച ചോദ്യം, ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തണ്ടേ? നിങ്ങൾക്കതല്ല പണം തന്ന് ഞാൻ നിർത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞു, ജീവനെ പിടിച്ചു നിർത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒരു മരുന്നുമില്ല സാറേ, ജീവനെ പിടിച്ചു നിർത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്. സത്യമല്ലേ? മരണമെന്നൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച സമയത്ത് അദ്ദേഹം ഈ ലോകത്തോട് പഠിപ്പിച്ച സുന്ദരമായ കാര്യം നമുക്കറിയാം. എന്നെ ശവപ്പെട്ടിക്കകത്ത് കയ്യിലൊന്നുമില്ല, 2 കരങ്ങളും തുറന്നു പിടിക്കണം, നാട്ടുകാർ കാണണം, ഞാൻ ചക്രവർത്തിയാണ്, പക്ഷേ ഈ ഭൂമിയിലേക്ക് ഞാൻ നഗ്നനായിട്ട് വന്നു, ഒന്നും എടുക്കാതെ ഞാൻ കടന്നു പോകുന്നു, 6 അടി മണ്ണിലേക്ക് മാത്രമാണ് എൻ്റെ യാത്ര, പലതും ഞാൻ വെട്ടിപ്പിടിച്ചു, ഒന്നും നേടിയില്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും നിങ്ങളും മരണസമയത്ത് വേണ്ടത്ര ഒരുക്കൽ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 14:8, നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവരാണ്. ഏത് സമയത്തും സ്വർഗത്തെക്കുറിച്ചും ദൈവവിചാരത്തോടുകൂടെ ജീവിക്കാനുള്ള വലിയൊരു ആഹ്വാനം പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ലിസുവിലെ കൊച്ചുത്രേസ്യ പറഞ്ഞത്, ഞാൻ മരിക്കുകയല്ല ജീവനിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ മരിക്കുകയല്ല ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യം മുട്ടി വിളിക്കുമ്പോൾ എപ്രകാരമാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്? ഒരു നല്ല മരണത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണമെന്ന് തിരുസഭ ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ പല ജീവിത അനുഭവങ്ങളോടുകൂടി ഇരിക്കുന്നവരുണ്ട്. കിടപ്പ് രോഗികളുണ്ട്, ആശുപത്രിയിൽ രോഗികളായിരിക്കുന്നവരുണ്ട്, വലിയ മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നല്ല ആരോഗ്യമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നല്ല മരണത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചൊല്ലുന്ന ജപമാലയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധരുടെ ലുത്തിനിയ ചെല്ലുമ്പോൾ സുന്ദരമായൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: പെട്ടെന്നുള്ളതും മുൻകൂട്ടി കാണാത്തതുമായ മരണത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. പെട്ടെന്നുള്ളതും മുൻകൂട്ടി കാണാത്തതുമായ മരണത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 11-ാം തിരുവചനം പഠിപ്പിക്കുന്നു, നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. ഇതൊരു വലിയൊരു ഉറപ്പാണ്. നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. പൗലോസ്ലീഹ വീണ്ടും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:21, എന്തെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് ലാഭവുമാകുന്നു. കേൾക്കുന്നുണ്ടോ? ഇതാ പൗലോസ്ലീഹ നിന്നെ എന്നെയും പഠിപ്പിക്കുക. ഞാൻ ജീവിക്കുക എന്നുള്ളത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് എനിക്ക് ലാഭമാകുന്നെന്നാണ് പറയണേ. മരണസമയത്ത് ഭയപ്പെടാനല്ല, ഒരുക്കം എന്നും എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ മരണത്തെ ഭയപ്പെടാനല്ല, മറിച്ച് ഒരുങ്ങിയിരിക്കാൻ, പ്രാർത്ഥനയിലായിരിക്കാൻ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ ഈ ശുശ്രൂഷ നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നും ഒരുക്കമുള്ളവരായിരിക്കാൻ കൃപ നൽകണമേ. ഈ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി, ദൈവമേ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുക്കമുള്ളൊരു ഹൃദയം നൽകണമേ. പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങൾ
സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരമപരിശുദ്ധമായ സൗഖ്യത്തിൻ്റെ ആരാധനയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലുള്ള മരണമെന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഒരു അനുഭവമാക്കി സ്വീകരിക്കുന്ന സമയമാണ്. ഈ പരിശുദ്ധ അൽത്താര എന്നോടും നിന്നോടും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിന്റെ ജീവിതത്തിൽ ഈ മരണമെന്നുള്ള യാഥാർത്ഥ്യം നിന്നെ മുട്ടി വിളിക്കുമ്പോൾ എന്താണ് നിന്റെ അവസ്ഥ? ഒരു നല്ല മരണത്തിനു വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, മരണം ഒന്നും എനിക്കിപ്പോഴല്ല, പിന്നീട് പ്രായമാകുമ്പോഴാണ്. ഇതാ, ഈ കാലഘട്ടം നിന്നെ പഠിപ്പിക്കുന്നൊരു കാര്യം, മരണം ഒരു കള്ളനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വരും, അപ്രതീക്ഷിതമായ സമയത്ത്. ആയതിനാൽ വിശുദ്ധ ഗ്രന്ഥം എന്നോട് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നു, എന്നും എപ്പോഴും ഒരു നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തന്നത് ആ വലിയ കൃപയാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഈ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഇത് എനിക്ക് സ്വർഗം സമ്മാനിക്കുമോ എന്നുള്ള വലിയ ഒരു ചിന്ത. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഈശോ നിന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിന്നെ മരണം മുട്ടി വിളിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? ഒരു നല്ല മരണത്തിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ അങ്ങാണ് കർത്താവും ദൈവവുമെന്ന് പ്രഖ്യാപിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണമെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ എന്നും സന്തോഷത്തോടെ ആയിരിക്കാനുള്ള കൃപ, ജീവിതത്തിൽ എന്നും ഒരുങ്ങി ജീവിക്കാനുള്ള അഭിഷേകം എല്ലാവരും ആഗ്രഹിക്കണം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ പാടി പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ വണങ്ങി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ, നാഥനേ. ചേർന്ന് എല്ലാവരും പാടിക്കേ. യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ, നാഥനേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും വേണ്ടത്ര ഒരുക്കത്തോടെ ആയിരിക്കുവാനുള്ള കൃപ കരങ്ങൾ ഉയർത്തി നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണായിട്ട് മാറുന്ന ഒന്നല്ലേ. ഈ ശരീരം സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗപീഠകൾ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖവും ഭാരവും സമർപ്പിച്ച് സ്തുതിക്കട്ടെ. സകല തകർച്ചകൾ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കർത്താവാണ്, നീ ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു. തമ്പുരാന്റെ മുമ്പിൽ ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ, നാഥനേ. ചേർന്ന് പാടിക്കേ. യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, ഓ കർത്താവേ, കർത്താവേ, എന്റെ നാഥനേ. നാഥനേ. ഈ ശുശ്രൂഷ സമയത്ത്
രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് യാചിക്കുന്നത് പോലെ ഒന്ന് നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിൽ, നിങ്ങളുടെ പരിചയക്കാരിൽ ആരെങ്കിലും ദൈവത്തെയും ദൈവിക വികാരങ്ങളെയും വിചാരങ്ങളെയും ഒരു കാരണവശാലും ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോവില്ല, കൂദാശ സ്വീകരണമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവികമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നവരുണ്ടാവും. നിങ്ങൾ അവരെ ഇപ്പോൾ മനസ്സിലൊന്ന് ഓർത്ത് ഈ അൾത്താരിൽ സമർപ്പിക്കുക. അവരുടെ മുഖം മനസ്സിൽ കാണുക. അവരുടെ പേരുകൾ നമ്മളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും ഇതാ യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ പക്കലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരമെന്ന വണ്ണം ഇതാ നിങ്ങളായിരിക്കുന്നിടത്തേക്ക് കടന്നു വരികയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലുമുള്ള ദൈവചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ അലക്ഷ്യമായിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് അവരിൽ പ്രവർത്തിക്കട്ടെ. ഓ കർത്താവേ, നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അവർക്ക് വേണ്ടി ചേർന്ന് പാടിയൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. രക്ഷകാ, ഓ കർത്താവേ, നാഥനേ, യേശുവേ, കർത്താവേ, നാഥനേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ ജീവിത അനുഭവങ്ങളുടെ മേലും ഒരു നല്ല മരണത്തിനായിട്ടുള്ള ഒരുക്കം കർത്താവെ എന്നും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ.